പരിസ്ഥിതി ദിനത്തിൽ കരിമ്പനകളുടെ തോഴനെ പരിചയപ്പെട്ടാലോ? കോളേജിലെ അധ്യാപനത്തിനൊപ്പം കരിമ്പനകളെ നട്ടുവളർത്തി പരിപാലിക്കുന്ന ഒരു മാഷുണ്ട് നമുക്കിടയിൽ. ചിറ്റൂർ ഗവൺമെന്റ് കോളേജിലെ കൊമേഴ്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ, പാലക്കാട് കണ്ണാടി ഒടുവക്കോട് സ്വദേശി പ്രതീഷ് കുഞ്ചു. ലോക പരിസ്ഥിതി ദിനത്തിൽ ഈ പനമാഷിനെ പരിചയപ്പെട്ടാലോ? പനകൾ മറ്റു വൃക്ഷങ്ങളെ പോലെയല്ല. അതിന്റെ വേരു മുതൽ ഇലകൾ വരെ മനുഷ്യന് പല നിലയ്ക്കും പ്രയോജനപ്രദമാണ്. കടുത്ത വരണ്ട കാലാവസ്ഥയ്ക്കും മണ്ണിനും മനുഷ്യനും പന ഏറെ ഗുണം ചെയ്യുന്നു. പനയിൽ നിന്ന് തടി, പട്ട, നൊങ്ക് തുടങ്ങിയവ മനുഷ്യന് ഏറെ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിലും പണ്ടുകാലത്തുള്ള സ്നേഹം ഇന്ന് നമുക്ക് ഈ വൃക്ഷത്തോടില്ലെന്ന് പ്രതീഷ് പറയുന്നു. തമിഴ്നാട്ടിലും മറ്റും പനകൾ സംരക്ഷിക്കുന്നതിന് നിയമങ്ങളുള്ളപ്പോൾ നാം കേരളീയർ അതിൽ പിന്നിലാണ്. ഇഷ്ടികച്ചൂളകൾക്കായി നിത്യേന നിരവധി കരിമ്പനകളാണ് പാലക്കാട്ട് നിന്നും മറ്റും വെട്ടിപ്പോകുന്നതെന്ന് പ്രതീഷ് പറയുന്നു. പനിലേക്ക് വരുമ്പോൾ അതിൻ്റെ പ്രകൃതി സംരക്ഷണ പ്രത്യേകതകൾ മാത്രമല്ല, അതിൻ്റെ സാമൂഹിക സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് പന വലിയൊരു സമ്പത്താണ് ഈ ഭൂമിക്ക് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിന് പുറകിലാണ്, അതിന് പിന്നാലെയാണ് ഈ ഒരു പന സംരക്ഷണം ഒരു ദൗത്യമായി ഏറ്റെടുക്കുകയും പാലക്കാടിലുടനീളം പ്രത്യേകിച്ചും തേങ്കുറിശ്ശി, കണ്ണാടി, എരുത്തേമ്പതി, കൊല്ലങ്കോട്, നെന്മാറ പോലുള്ള പ്രദേശങ്ങളിൽ ധാരാളം 30,000-ത്തിലധികം വിത്തുകൾ നടുകയും അതുപോലെ തന്നെ അത് വളർന്നു വരുന്നുണ്ട് എന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നൊരു ദൗത്യവുമായിട്ടാണ് മുന്നോട്ട് പോയത്. അതിൽ വലിയ ഒരു സന്തോഷമുണ്ട്. പക്ഷേ സന്തോഷത്തിനപ്പുറം ഇതിൻ്റെ പ്രകൃതി സംരക്ഷണ ഒരു വില പോലും മാനിക്കാതെ അതിനെ പൂർണ്ണമായും നശിപ്പിക്കുന്ന, അല്ലെങ്കിൽ സംരക്ഷണം ഒട്ടും തന്നെ പരിഗണിക്കാതെ ചൂളയ്ക്കും കേവലം വിറകിന് വേണ്ടി പോലും സൗജന്യമായി ഇവിടെ നിന്ന് വെട്ടി നീക്കപ്പെടുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ തമിഴ്നാട് പോലുള്ള പ്രദേശങ്ങൾ അതിനെ നിയമപരമായി തന്നെ അതിനെ സംരക്ഷിക്കണം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ കേരളം, പ്രത്യേകിച്ചും പാലക്കാട് പോലുള്ള പ്രദേശങ്ങളിലൊന്നും യാതൊരുവിധ സംരക്ഷണ പ്രാധാന്യം കൊടുക്കാതെയാണ് അതിനെ കാണുന്നത്. 13 വർഷം മുമ്പ് ചിറ്റൂർ കോളേജിൽ അധ്യാപനത്തിനെത്തിയതു തൊട്ട് പനകൾ നടുകയും സംരക്ഷിക്കുകയും ചെയ്യുകയാണ് പ്രതീഷ് മാഷ്. ഇതിനകം ശോകനാശിനി തീരത്ത് 300ഓളം പനകളാണ് പ്രതീഷ് നട്ടുവളർത്തിയിട്ടുള്ളത്. NSS കുട്ടികളെ ഉപയോഗിച്ച് വിത്തുണ്ട തയ്യാറാക്കി വലിച്ചെറിയുന്നത് വഴി നാട്ടിൽ മുഴുവൻ പനകളും മറ്റു വൃക്ഷങ്ങളും വളർത്തുകയാണ് ഇദ്ദേഹം. ഇതിൽ നിന്നും സാമ്പത്തികമായി ഒരുപാട് മെച്ചങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ വേര് മുതൽ ഇല വരെയുള്ള, പ്രത്യേകിച്ചും ഇല, അതിൻ്റെ തടി, വേര്, അതുപോലെ തന്നെ അതിൽ നിന്നുണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, ഒരുപാട് പോഷകമൂല്യമുള്ള ധാരാളം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യമുള്ള ഒരു വൃക്ഷമാണ് പന. അതിൽ ഒട്ടും ഒരു ഗവേഷണ പ്രാധാന്യം പോലും നൽകാതെയാണ്, അതിനെ ഒട്ടും പരിഗണിക്കാതെയാണ് മുന്നോട്ട് പോകുന്ന ഈ സമൂഹം. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു അറിവ് ഉൾക്കൊണ്ടുകൊണ്ടാണ് അതിൻ്റെ ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഗവേഷണം കൂടെ മുന്നോട്ട് പോകുന്നുണ്ട്. കുറേയേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചെങ്കിലും ഇതിൻ്റെ ഒരു നാശം ഒരുപാട് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കൂടുതൽ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ സർക്കാരും പനയെ പ്രത്യേകമായി എടുത്ത് കാണും എന്നുള്ളൊരു വലിയ പ്രത്യാശ ഈ ഒരു പരിസ്ഥിതി ദിനത്തിൽ ഞാൻ അതിൽ പ്രത്യാശിക്കുന്നു. കൊല്ലങ്കോട്, നെന്മാറ ഭാഗങ്ങളിലെ പൊതുസ്ഥലങ്ങളിലും കനാൽ വരമ്പുകളിലുമെല്ലാം ഇന്ന് പനകളും മറ്റും തിങ്ങി നിൽക്കുന്നതിന് കാരണം പ്രതീഷാണ്. പനയിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഗവേഷണത്തിലാണ് പാലക്കാട് പാൽമിറ മിഷൻ ചെയർമാൻ കൂടിയായ 39-കാരനായ പ്രതീഷ്. ജോലി തിരക്കിനിടയിലും പരിസ്ഥിതിയോടും പ്രകൃതിയോടും പ്രതീഷ് മാഷ് കാട്ടുന്ന സ്നേഹം കണ്ടുപഠിക്കുക തന്നെ വേണം. ഇതൊന്നും പക്ഷേ പുതിയ തലമുറയിൽ കാണുന്നില്ലെന്ന സങ്കടവും പ്രതീഷ് പങ്കുവയ്ക്കുന്നു. ഭാര്യ മിഥുല കണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ്. 3 ആൺമക്കളും പരിസ്ഥിതി സ്നേഹത്തിൽ പിന്നിലല്ല. മിഥുൻ, റെയിൻ, അഗപ്പെ എന്നിവരാണ് ഇവർ. UTV ന്യൂസ്, പാലക്കാട്.